പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി സർവകക്ഷി യോഗം രാവിലെ 11 മണിക്ക് ചേരും. ടിഎംസി വിമതരുടെ നാഷണൽ സിറ്റിസൺ പാർട്ടി നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും. സ്പീക്കർ ഓം ബിർള വിളിച്ചു ചേർത്ത യോഗത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം വിമർശനം ശക്തമാക്കും. വന്ദേമാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തിയാൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ ഉൾപ്പെടെ 5 പുതിയ ബില്ലുകൾ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ത്യ സഖ്യത്തിന്റെ യോഗം നാളെ ചേരും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നേരിട്ട് ക്ഷണിച്ചിട്ടും യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യം ഭൂരിഭാഗം സഖ്യകക്ഷികളും ഇതുവരെ കോൺഗ്രസിനെ അറിയിച്ചിട്ടില്ല. തമിഴ്നാട്ടിലെ ഡിഎംകെയുടെ നിലപാടും നിർണായകമാണ്. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. റഷീദ്, അപ്പോൾ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് നിരവധി ആയുധങ്ങളുണ്ട് ഭരണപക്ഷത്തിനെതിരെ പ്രയോഗിക്കാൻ. പക്ഷേ അതിനൊരു ഒത്തൊരുമയോടെയുള്ള ഒരു ശ്രമം ഉണ്ടാകുമോ? പ്രതിപക്ഷ നിരയിൽ ഇക്കുറിയും ഐക്യമുണ്ടാകുമോ എന്നുള്ളതാണ് ആദ്യം അറിയുന്നത്. അതുതന്നെയാണ് ഏറെ പ്രധാനപ്പെട്ടത്. 19 ദിവസം നീണ്ടു നിൽക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ ആയുധമാക്കാൻ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യം നിലനിർത്താൻ ആകുമോ എന്നുള്ളതാണ് ഏറെ ആശങ്കയായി നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും DMK TMCയുടെ വിമതർ ഇവർ ഇതിനോടകം തന്നെ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. ഇവരുടെ ഒരു തീരുമാനം അത് നിർണായകമാകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. കാരണം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നേരിട്ട് തന്നെ ഈ പാർട്ടിയുടെ നേതാക്കൾക്കൊക്കെ തന്നെയും കത്ത് മുഖാന്തരം ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട ഒരു മറുപടി ഈ പാർട്ടികൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ DMKയുടെ നിലപാട് ഏറെ നിർണായകമാകും. പക്ഷേ നേരത്തെ DMK ഒരു വാച്ച് ആൻഡ് ഡോഗ് എന്ന നിലയ്ക്ക് ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. പ്രത്യേകിച്ചും ഈ ഭരണഘടനാ ഭേദഗതി ബില്ലുകളിൽ ഒപ്പം നിൽക്കുകയും മറ്റു ബില്ലുകളിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് നേരത്തെ DMK വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ചേരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗം അത് നിർണായകമാകും. അതോടൊപ്പം തന്നെ ഈ നാളെ പാർലമെന്റ് ആരംഭിക്കാനിരിക്കെ ഇന്ന് സർവകക്ഷി യോഗം ചേരുകയാണ്. രാവിലെ 11 മണിക്ക് പാർലമെന്റിൽ വെച്ച് തന്നെയാണ് ഈ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ TMC വിമതരുടെ നാഷണൽ സിറ്റിസൺ പാർട്ടി നേതാക്കളും പങ്കെടുക്കും എന്നുള്ളതും ഏറെ നിർണായകമായിട്ടുള്ളതാണ്. അതായത് 20 വിമത MP-മാരുടെ ഒരു പുതിയ പാർട്ടിയാണ് നാഷണൽ സിറ്റിസൺ എന്ന് പറയുന്നത്. ഈ പാർട്ടിയുടെ അധ്യക്ഷൻ സുദീപ് ബന്ദ്യോബായി, അതോടൊപ്പം തന്നെ ചീഫ് വിപ്പ് കഗോലി ഘോഷ് എന്നിവർക്കാണ് ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ പാർട്ടികൾ കൂടി പിന്തുണയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഭരണഘടനാ ഭേദഗതി ബില്ലിലടക്കം NDAക്കും BJPക്കും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കറിയാം, പ്രത്യേകിച്ചും ഈ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട ബില്ല് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെങ്കിൽ പോലും വലിയ പിളർപ്പ് ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് കൂടുതൽ MP-മാരെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ച ശേഷം ഈ ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതോടൊപ്പം FCRA, വന്ദേമാതരം അടക്കമുള്ള ഇത്തരത്തിൽ ബില്ലുകൾ കൂടി ഇത്തവണത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര നീക്കം. റഷീദ് ബിൻ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.